തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ സൂര്യോദയത്തിനു ശേഷം 13 മിനിറ്റ് പിന്നിട്ടാണ് സൗദിയിൽ പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചത്. സ്വദേശികൾക്കൊപ്പം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് വിദേശികളും നമസ്കാരത്തിൽ അണിനിരന്നു. വിവിധ ഗവർണറേറ്റുകളിൽ ഗവർണർമാരും രാജകുടുംബാംഗങ്ങളും നമസ്കാരത്തിൽ പങ്കുചേർന്നു. ഭരണാധികാരി സൽമാൻ രാജാവ് ട്വിറ്ററിലൂടെ രാജ്യനിവാസികൾക്ക് പെരുന്നാൾ ആശംസകൾ നേർന്നു. റിയാദ് ഗ്രാൻഡ് മോസ്കിൽ അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ആൽ ഷെയ്ഖ് നമസ്കാരത്തിന് നേതൃത്വം നൽകി. റിയാദ് ഗവർണർ അമീർ ഫൈസൽ ബിൻ ബന്ദർ ബിൻ അബ്ദുൽ അസീസ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഇവിടെ നമസ്കാരത്തിനെത്തിയിരുന്നു. രാവിലെ 5:55 നടന്ന നമസ്കാരത്തിൽ പങ്കെടുക്കാൻ നേരത്തെ തന്നെ വിശ്വാസി സമൂഹം പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും ഒഴുകി. വിദേശികളിൽ പലരും പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞായിരുന്നു നമസ്കാരത്തിനെത്തിയത്. പല ഭാഗങ്ങളിലും പള്ളികൾ നിറഞ്ഞൊഴുകിയതോടെ റോഡുകൾ നമസ്കാരത്തിന് ഉപയോഗിക്കേണ്ടി വന്നു. മക്കയിൽ ഹറം ഇമാം ഡോക്ടർ ഖാലിദ് അൽ ഖാംദി നമസ്കാരത്തിന് നേതൃത്വം നൽകി. മക്കയിലേക്ക് പ്രവേശനത്തിന് നിയന്ത്രണമുള്ളതിനാൽ പെരുന്നാൾ നമസ്കാരത്തിന് തിരക്ക് കുറവായിരുന്നു. മദീന പള്ളിയിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് സൗദിയുടെ പല ഭാഗങ്ങളിൽ നിന്നായി പെരുന്നാൾ നമസ്കാരത്തിനെത്തിയത്. ഇവിടെ ഷെയ്ഖ് അബ്ദുൽ ബാരി അസുബൈത്തി നമസ്കാരത്തിന് നേതൃത്വം നൽകി. റിയാദിൽ 23 ഈദ്ഗാഹുകളിലും 666 പള്ളികളിലും നമസ്കാരം നടന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും അതുല്യമായ ചരിത്ര മുഹൂർത്തങ്ങൾ പെരുന്നാൾ കുത്തുബകളിൽ മുഴച്ചുനിന്നു. ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ വിശ്വാസികൾക്ക് വിജയം കൈവരിക്കാമെന്ന ഓർമ്മപ്പെടുത്തലും വഴിപിഴച്ച ചിന്താഗതികൾ സമൂഹത്തിന് നാശം വിതക്കുമെന്ന മുന്നറിയിപ്പുകളും നൽകിയാണ് പെരുന്നാൾ പ്രഭാഷണങ്ങൾ അവസാനിച്ചത്. മധുര വിതരണം നടത്തിയും പരസ്പരം ആശ്ലേഷിച്ചും പെരുന്നാൾ ആശംസകൾ നേർന്നും പ്രവാസി മലയാളികളും ആഘോഷവേള ധന്യമാക്കി. കെ സി എം അബ്ദുള്ള, മീഡിയ 1.